വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ വിജയാർ. ഓക്കെ, നമ്മുടെ USS എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. എൻ്റെ പൊന്നു മക്കള് ഇന്നത്തെ ക്ലാസ് മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്തോളൂ, ക്ലാസ് കാണുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്തേ കേട്ടോ. നമ്മുടെ USS എക്സാമിൽ ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ എന്ത് ജാതി ക്വസ്റ്റ്യൻസ് ടഫ് എന്ന് പറഞ്ഞിട്ട് കിളി പറത്തുന്ന ചില ചോദ്യങ്ങളുണ്ട്. അത്തരം ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ സെറ്റ് ആക്കുന്നത്. പഠിക്കാൻ എളുപ്പ വഴിയുണ്ട്, കിടിലൻ ട്രിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ സമയം കളയാണ്ട വേഗം പോയാലോ നമുക്ക് ക്ലാസ്സിക്ക് വാ. ഒന്നാമത്തെ ചോദ്യം സിമ്പിളാണ്. യൂണിറ്റ് ഡിജിറ്റ്, സമ്മിന്റെ യൂണിറ്റ് ഡിജിറ്റ് ആണ് ചോദിച്ചത്. അഥവാ ഇവിടെ ചോദിച്ചിരിക്കുന്നത് രണ്ടിന്റെ കൃതികളുണ്ട്. കൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, രണ്ടിന്റെ പവേഴ്സ് ഉണ്ട്. ആ രണ്ടിന്റെ പവേഴ്സിന്റെ സമ്മ് കണ്ടിട്ട് അതിന്റെ ലാസ്റ്റ് തക്കം എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഡിജിറ്റ്. അഥവാ ഇതെല്ലാം കൂട്ടുക. നോക്കിയാ ഇതൊക്കെ കൃതി ഒക്കെ കൂട്ടുമ്പോൾ വലിയൊരു ഉത്തരം കിട്ടും. ആ ഉത്തരം അവസാനത്തെ സംഖ്യയാണ് ചോദിച്ചത്. എൻ്റെ പൊന്നു മക്കൾക്ക് കാണാൻ ഒരു വഴിയെല്ലാം പറഞ്ഞത് ശ്രദ്ധിച്ചോ. ആദ്യം ഞാൻ ചോദ്യം എഴുതുന്നുണ്ട്. ഇതാണ് നമ്മുടെ ചോദ്യം. 2^2, 2^3 പ്ലസ് എക്സെട്രാ പ്ലസ് ലാസ്റ്റ് 2^8 ആണ്. ഇത്തരത്തിലുള്ളൊരു ചോദ്യം വന്നാൽ എൻ്റെ പൊന്നു മക്കൾ മനസ്സിലാക്കിക്കോ, ഇവിടെ 2 വന്നത്. ബേസ് ആയിട്ട് വരുന്ന നമ്പർ ഏതാണ്? എല്ലാം 2 മക്കളെ. 2 പോലെ 2, 3, 7, 8 ഏതൊക്കെ സംഖ്യകള്? 2, 3, 7, 8 വരികയാണെങ്കിൽ മനസ്സിലാക്കി വെച്ചോളൂ. ഈ ചോദ്യം ചെയ്യാൻ എളുപ്പ വഴിയുണ്ട്. വന്നു കഴിഞ്ഞാൽ അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാട്ടോ. 2, 3, 7, 8 ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ കാര്യം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോ. ഇതിന്റെ യൂണിറ്റ് ഡിജിറ്റ് കാണാൻ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാം കൂടെ കൂട്ടിയിട്ട് ലാസ്റ്റ് സംഖ്യ എടുക്കണ്ട. നിങ്ങൾ അവസാനത്തെ ഇതെടുക്കുക. അവസാനത്തെ 2ന്റെ കൃതി എടുക്കുക. അതിലെ പവർ ഇവിടെ ഏതാ? 8 വന്നത്. ആ 8നെ ഇവിടെയുള്ള നമ്പർ 2, 3, 7, 8 പോലുള്ള നമ്പർ ആണെങ്കിൽ, ഇതാ ഈ നമ്പേഴ്സ് ആണെങ്കിൽ, ഇവിടെ ഇപ്പം 2 വന്നത് ആണെങ്കിൽ, ആ 8 നിങ്ങൾ എന്ത് ചെയ്തോളാ, ജസ്റ്റ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്? 4 കൊണ്ട്. അപ്പൊ ഈ സംഖ്യകളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്തോളാ, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്നാണ് അർത്ഥം കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 8 4, 2, 4, 8 ശിഷ്ടം 0. എൻ്റെ പൊന്നു മക്കൾ മനസ്സിലാക്കിക്കോ, ഈ ശിഷ്ടം എന്ന് പറയുന്ന 0 അല്ലേ. 2 വഴിയുണ്ട്. ഒന്നാമത്തെ വഴി എന്ന് പറഞ്ഞാൽ മക്കളെ തുക കാണാനുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണേ. വെറും യൂണിറ്റ് ഡിജിറ്റ് അല്ല, ഒറ്റയുടെ സ്ഥാനത്തെ അക്കമല്ല ചോദ്യം. ഇത് സമ്മാണ്. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണെങ്കിൽ 0 കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ആൻസർ എപ്പോഴും എന്തേ വരൂ? ആൻസർ അതെല്ലാം കൂട്ടി കിട്ടുന്ന ആൻസർ 0 വരൂ. ഇപ്പൊ കുറെ കുട്ടിക്ക് ഇത് ഇത്ര എളുപ്പമായിരുന്നോ എന്നൊക്കെ ചോദിക്കും. എൻ്റെ പൊന്നു മക്കളെ, ഇത് മാത്രം പഠിച്ചു പോയാൽ നിങ്ങളിത് കംപ്ലീറ്റ് അല്ല. ഇതിന്റെ അടുത്ത അപ്ഡേഷൻ ലെവൽ പഠിക്കാണ്ട് ഇവിടെ വെച്ച് വീഡിയോ നിർത്തിപ്പോയാൽ പൊന്നു മക്കളെ ബാക്കിയുള്ളതൊക്കെ തെറ്റും. ശ്രദ്ധിച്ചോ. ഇത് കിട്ടിയത് 0 എങ്ങനെ മനസ്സിലായില്ലേ? അവസാനത്തെ 2ന്റെ കൃതി എടുത്തു. അത് 4 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 0 ആണെങ്കിൽ 0 തന്നെയാണ്. കാര്യം ഇവിടെ തുകയാണ്. പ്രത്യേകം ഓർത്ത് വെക്കുക. വെറും യൂണിറ്റ് ഡിജിറ്റ് അല്ല, ആ തുകയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം, 1ന്റെ സ്ഥാനത്തെ അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് ആണ്. അപ്പൊ 0 ആണെങ്കിൽ 0 ഇട്ട് കൊടുത്തു. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ, സമയം കളയുന്നില്ല, സിമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക? ഈ ചോദ്യത്തിൽ എന്ത് ചെയ്യും? അവസാനത്തെ സാധനം അല്ലെ. അപ്പൊ നമ്മളെ ചോദ്യം അല്ലെ, 2^1 പ്ലസ് 2^2 പ്ലസ് എക്സെട്രാ പ്ലസ് ആ അവസാനത്തെ നമ്പർ ആയിട്ട് എടുക്കും 2^9. അതിലെന്ത് ചെയ്യും? 2^9 9നെ പിടിച്ചിട്ട് എന്ത് ചെയ്തോളാം, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്താ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കാര്യം എന്നറിയോ? ഓരോ 4 എണ്ണം കഴിയുമ്പോൾ റിപ്പീറ്റ് ചെയ്യാണ് 2ന്റെ കൃതികൾ അല്ലേ. ആദ്യം 2, 4, 8, 6, 2, 4 കൃതികൾ അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്നത്. ശരിക്കും അതാണ് ഐഡിയ. ഇപ്പൊ അങ്ങനെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ 9 ആണെങ്കിൽ 9നെ ഇവിടെ 9 അപ്പൊ ആ 9നെ 4 കൊണ്ട് ഹരിച്ചു. 2, 4, 8 ശിഷ്ടം 1. ഈ റിമൈൻഡർ ആണ് നമ്മളെ മെയിൻ പുള്ളി, നമ്മുടെ ഹീറോ. റിമൈൻഡർ ശിഷ്ടം. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു 2, 4 ഇതില്ലേ, സോറി 2 ഏതൊക്കെ സംഖ്യ? 2, 3, 7, 8 സംഖ്യകളാണ് 4 കൊണ്ട് ഹരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ കിട്ടുന്ന ശിഷ്ടം ഈ 2, 3, 7, 8 പോലുള്ള സംഖ്യകളിൽ ഇവിടെ 2 വന്നത്. ആ 2ന്റെ മുകളിൽ എന്തിട്ട് കൊടുത്താൽ മതി? ആ ശിഷ്ടം ഇട്ട് കൊടുത്താൽ മതി. ദേ നമ്മുടെ ഉത്തരം സെറ്റ്. 2^1 എത്രയാ? 2. എത്രയാണ് ആൻസർ കിട്ടുക? അപ്പൊ ആൻസർ യൂണിറ്റ് ഡിജിറ്റ് അഥവാ
യൂണിറ്റ് ഡിജിറ്റ് 1ന്റെ സ്ഥാനത്തെ അക്കം എത്രയാന്ന് ചോദിച്ചാൽ ആ 2 ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. റെഡിയാണല്ലോ? ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു 0 ശിഷ്ടമെങ്കിൽ പിന്നെ ഒന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല, 0 തന്നെ എഴുതിയാൽ മതി തുകയാണെങ്കിൽ മാത്രം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്തത് പറഞ്ഞു ശിഷ്ടം 1 നിങ്ങൾ എന്ത് കൊടുക്കുക, ആ 2 ഇവിടെയൊക്കെ ബേസ് ആയിട്ട് വരുന്ന നമ്പറിന്റെ മുകളിൽ. അപ്പോൾ ആ മുകളിൽ എന്ത് ചെയ്തോളൂ, റിമൈൻഡർ ഇട്ട് കൊടുത്തു. നമ്മുടെ ഉത്തരം 2 സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ട്വിസ്റ്റ് ഉണ്ട്, ഈ ചോദ്യത്തിലും ട്വിസ്റ്റ് ഉണ്ട്, ശ്രദ്ധിച്ച് കേട്ടോ. ഞാൻ നിങ്ങളെ തലയിലേക്ക് കയറ്റി തരാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട് മുകളിലെ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ എന്താ ചെയ്യുക, ആ അവസാനത്തെ സംഖ്യ എടുക്കും. ഏതാ അവസാനത്തെ സംഖ്യ? 2^10. അപ്പോൾ ഞാനൊന്ന് എഴുതി തരാം. ലാസ്റ്റത്തെ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. 2^10. ഇവിടെയൊക്കെ 2 ആണ് വന്നത്, നിങ്ങൾക്ക് അറിയാതൊക്കെ അല്ലേ. ഇവിടെയൊക്കെ 2 ആണ് വന്നത്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 2^10 എടുത്തു. ആ 2^10 ലാസ്റ്റ് പവറായിട്ട് വരുന്ന 10നെ നമ്മൾ എന്ത് ചെയ്യും, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട നമ്പറുകൾ ഏതൊക്കെയാണെന്ന് അറിയാലോ, ബേസിൽ വന്നാൽ അല്ലേ. 2 × 4 8, റിമൈൻഡർ 2. ഈ റിമൈൻഡർ ആണ് നമ്മളെ മെയിൻ പുള്ളി അല്ലേ. ഈ 2 നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ, ഏതാണോ ബേസ് ആയിട്ട് വരുന്ന നമ്പർ, ഇവിടെ 2 ബേസ് ആയിട്ട് വന്നത്, ആ 2ന്റെ മുകളിൽ എന്ത് കൊടുക്കുക, ആ ശിഷ്ടം കൊടുക്കുക. ഏത് ശിഷ്ടം? ഈ റിമൈൻഡർ എത്രയാണോ അത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഉത്തരം കഴിഞ്ഞോ? കഴിഞ്ഞില്ല മക്കളെ. തുക ആണെങ്കിൽ 2 ശിഷ്ടം വരുമ്പോൾ തൊട്ടു ബാക്കിൽ ആരെ കൂടെ ആഡ് ചെയ്യണം? വില്ലൻ എന്നൊക്കെ പറയുന്ന പോലെ തൊട്ടു ബാക്കിൽ 2^1 കൂടെ ആഡ് ചെയ്തേക്കണം. കാര്യം മനസ്സിലായോ? ഇവിടെ 2ഉം ഇവിടെ 1 കൂടെ ആഡ് ചെയ്യണം, കൂട്ടണം, അല്ലെങ്കിൽ ഉത്തരം തെറ്റും. ഓക്കെ. നേരത്തെ നമ്മൾ എന്തുകൊണ്ടാണ് കൂട്ടാഞ്ഞത്? 1 ഉള്ളത്. അപ്പോൾ പുറകെ നിങ്ങൾ 0 എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല. 1 ഉണ്ടെങ്കിൽ പിന്നെ അതന്നെ 1 എഴുതിച്ചാൽ മതി. 2 ആണെങ്കിൽ അവരെ പുറകെ ആരൂടി ഉണ്ടാവും, ഒരു 1, 2ന്റെ ഫസ്റ്റ് പവർ കൂടി ഉണ്ടാവും. ഇത് ചെയ്ത് ആൻസർ കിട്ടും. നോക്ക്, 2ന്റെ ഫസ്റ്റ് പവർ 2 പ്ലസ് 2ന്റെ സെക്കൻഡ് പവർ 4, 2 + 4 ദാറ്റ് ഈസ് 6. ദേ നമ്മുടെ ഉത്തരം സെറ്റ്. ഏതാടാ യൂണിറ്റ് ഡിജിറ്റ്? 6 ആണ് നമ്മുടെ ആൻസർ. റെഡിയാണോ? നമുക്ക് അടുത്ത അപ്ഡേഷനിലോട്ട് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ വേഗം നോക്ക്. ഞാൻ പറഞ്ഞു എന്താ ചെയ്യേണ്ടത്. അവസാനത്തെ ഭിന്നസംഖ്യ അവസാനത്തെ 2ന്റെ കൃതി എടുത്തു. ആ 2ന്റെ കൃതി 2^11. 11 ആണ്. 2 ബേസിൽ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 11/4. 2 × 4 = 8. റിമൈൻഡർ 3. ഈ റിമൈൻഡർ ആണ് നമ്മുടെ മെയിൻ ഹീറോന്റെ എന്ത് ചെയ്യും നമ്മൾ? ഹീറോനെ ഈ 2ന്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. അത്രേ ഉള്ളൂ. 2ന്റെ മുകളിൽ നമ്മളെ ഹീറോ ആയിട്ടുള്ള 3 ഇട്ട് കൊടുത്തു. കഴിഞ്ഞോ? ഇല്ല. അതിന് തൊട്ടു ബാക്കിൽ 2ന്റെ മുകളിൽ, ഇവിടെ 3 ആണെങ്കിൽ തൊട്ടു ബാക്കിൽ 2 കൂടെ ഇട്ട് കൊടുക്കും. കഴിഞ്ഞോ? ഇല്ല. ഇവിടെയൊക്കെ പ്ലസ് ആണ് കേട്ടോ, അതുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നത്. പ്ലസ് 2ന്റെ മുകളിൽ എന്ത് കൂടെ ഇടും? 1 കൂടെ ഇടണം. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. 2ന്റെ മുകളിൽ 3 ഇട്ടിട്ട് 2ന്റെ മുകളിൽ 2 ഇട്ടിട്ട് 2ന്റെ മുകളിൽ 1. തുകയാണെങ്കിൽ മാത്രമാണ് ഇങ്ങനെ, അല്ലാതെ വെറും യൂണിറ്റ് ഡിജിറ്റ് ആണെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്നും ചെയ്ത് നോക്കുക. 2^1 2 പ്ലസ് 2^2 4 പ്ലസ് 2^3 8 അല്ലേ. 2ഉം 4ഉം 6, 6ഉം 8ഉം 14 പക്ഷെ 14 മുഴുവൻ വേണ്ട. ആൻസർ ആയിട്ട് വരുന്നത് ഏതാടാ ആൻസർ? ദേ നമ്മുടെ ഉത്തരം 4. പൊളി. റെഡിയാണോ? എൻ്റെ പൊന്നു മക്കൾക്ക് സെറ്റാണെങ്കിൽ പെട്ടെന്ന് ലൈക്ക് ചെയ്തേ, എന്നിട്ട് വേഗം ഒന്ന് അഭിപ്രായം പറ. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. നിങ്ങളെ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്, ഞാൻ സെറ്റാക്കി തരാം. നിങ്ങൾ എന്താ ചെയ്യുക? കണ്ടോ, ലാസ്റ്റ് നമ്പർ എടുക്കും. ലാസ്റ്റ് ഏതാണോ നമ്പർ അതെടുക്കും. 2^99 ആണ്. 2 ആണ്. അപ്പോൾ 2 ആണെങ്കിൽ ഈ 99 എന്ത് ചെയ്യണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്തേക്കണം അല്ലേ. 2 4 8 ശിഷ്ടം 1 9, 19 4 4 4 16 ശിഷ്ടം 3 ആണ് ഇവിടെ ശിഷ്ടം കിട്ടുന്നത്. നമ്മുടെ മെയിൻ ഹീറോ എത്തി. ആ ഹീറോനെ 2ന്റെ മുകളിൽ അങ്ങോട്ട് ചാമ്പിക്കോ. തൊട്ടു പുറകിൽ വില്ലന്മാരുണ്ട് അല്ലേ. 2^2 പ്ലസ് 2^1. ഇത് ചെയ്താൽ എത്രയാണ് ആൻസർ? അതാണ് നമ്മുടെ ഉത്തരം. അപ്പോൾ 2 + 4 + 8 6 + 8 ദാറ്റ് ഈസ് 14. പക്ഷെ 14 മുഴുവൻ വേണ്ട. ആൻസർ ആയിട്ട് വരുന്ന ഉത്തരം ആൻസർ ദാറ്റ് ഈസ് 4. പൊളി. റെഡിയാണോ? വേഗം അഭിപ്രായം പറ ക്ലാസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ. അങ്ങനെയാണെങ്കിൽ അടുത്തത് 3 എങ്ങനെ ചെയ്യാ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 2 3 7 8
ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, എന്താ ചെയ്യേണ്ടത്? തുകയാണ് ഇവിടെയൊക്കെ തുകയാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പ്ലസ് ആണ്, അതുകൊണ്ട് നേരത്തെ പോലെ തന്നെ ചെയ്തോളാം. അവസാനത്തെ സാധനം എടുത്തു, 3ന്റെ കൃതി ഏതാണ്? 380. ശേഷം ആ 80 എന്ത് ചെയ്യാ? 80 ജസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു 2 3 7 8 ആണെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പം എത്ര വരും? യെസ്, 2 4 8 ശിഷ്ടം 0 0 20. അപ്പോൾ അത് ശിഷ്ടം കിട്ടുന്നത് 0 ആണെങ്കിൽ പിന്നെ നിങ്ങൾ ഒന്നും നോക്കേണ്ടതില്ല, എന്ത് തന്നെ കൊടുത്താൽ മതി. ശിഷ്ടം ദാറ്റ് ഈസ് 0 ആണെങ്കിൽ ആൻസർ ഓൾവേസ് 0. ദേ നമ്മുടെ ഉത്തരം സെറ്റ്. എൻ്റെ പൊന്നു മക്കൾ മനസ്സിലാക്കിക്കോ. ഞാൻ പണ്ട് യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞ പോർഷനിൽ ശിഷ്ടം 0 ആണെങ്കിൽ 4 ഇട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. 3/4 അല്ലേ, 3/4 ഇട്ട് കൊടുത്തിട്ട് 0 ആണെങ്കിൽ 4 ഇട്ട് കൊടുക്കണം, തുകയല്ലാത്ത ക്വസ്റ്റ്യനിൽ അല്ലേ. അപ്പോൾ +2 ഇത് 3/4 ഇട്ടാലും നമ്മളെ ഉത്തരം ശരിയാവും കേട്ടോ. ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ തൊട്ട് ബാക്കിൽ ഇങ്ങനെ കുറേ ആൾക്കാർ വരും. അപ്പോൾ അങ്ങനെ എഴുതണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. തുകയാണെങ്കിൽ ശിഷ്ടം 0 ആണെങ്കിൽ നമുക്ക് തുക എന്ന് പറഞ്ഞാൽ പ്ലസ് ഉണ്ടെങ്കിൽ അല്ലേ, അതാണ് തുക. അവിടെ ഈ ശിഷ്ടം എത്രയാണോ അതായിട്ട് എടുത്തിട്ട് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനോട് പോവാം. അപ്പോൾ കൂടുതൽ കൺഫ്യൂഷൻ അടിക്കാണ്ട് അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിള്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവസാനത്തെ 3ന്റെ കൃതി എടുക്കുന്നു, 3/51 ചെയ്യുന്നു. ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പായിട്ടും ഞാൻ ചെയ്യുന്നില്ല, കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിട്ട് വിടുക. അറിയാലോ എന്താ ചെയ്യേണ്ടതെന്ന്. 4 കൊണ്ട് ഹരിച്ചിട്ട് ഏതാണോ ബേസ് ആയിട്ട് നമ്പർ വരുന്നത് അതിൻ്റെ മുകളിൽ ശിഷ്ടം ചേർത്തു, തൊട്ട് പുറകെ വില്ലന്മാരെ ചേർത്ത് കൂട്ടിയാൽ കിട്ടുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉത്തരം നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു ക്ലാസ്സിൻ്റെ വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഇടുക. അതോടൊപ്പം തന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ എല്ലാ ഫീഡ്ബാക്കും ഞങ്ങൾ വായിക്കാറുണ്ട്, പ്രത്യേകിച്ച് ഞാൻ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നമ്മളെ കമൻറ്റ് ബോക്സിലിട്ട് പൊളിച്ചോളാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരേക്ക് ബിറ്റ്സ് മീ VJR. ബൈ.